नमस्ते सभी को। आज की कक्षा में स्वागत है। आज हमारा पाठ्य पुस्तक का तीसरा पाठ हिमालय की बेटियां पढ़ने जा रही है। इसके रचयिता नागार्जुन है। नागार्जुन ने इसमें हिमालय की यात्रा का वर्णन है। हिमालय की यात्रा में उन्होंने जो कुछ देखा इसका चित्रण है। ഈ പാഠത്തിൽ ഹിമാലയൻ യാത്രയെക്കുറിച്ചാണ് വർണ്ണിക്കുന്നത്. ഈ ഹിമാലയൻ യാത്രക്കിടയിൽ അദ്ദേഹം എന്തൊക്കെ കണ്ടു അതിനെയാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. हिमालय की बेटियां. हिमालय की बेटियां कौन है? हिमालयन नदियों को हिमालयन बेटी नाम से पुकारती है क्योंकि ये सारी नदियां हिमालय से निकलती है, इसलिए ये नदियों के पिता हिमालय माना जाता है। इसलिए लेखक ने इन नदियों को हिमालय की बेटियां कहती है। हिमालय की बेटियां. अभी तक मैंने उन्हें दूर से देखा था. लेखक कहता कि अभी तक मैंने उसे दूर से देखा था. इन्हें वरे दूर निन्ने कണ്ടിട്ടുള്ളൂ. बड़ी गंभीर, शांत, अपने आप में खोई हुई लगती थी. അപ്പോൾ ദൂരെ നിന്ന് കാണുമ്പോൾ വളരെയേറെ ഗഹര, ആഴമുള്ള, शांत, വളരെ ശാന്തമായി ഒഴുകുന്ന. अपने आप में खोई हुई लगती थी. अपने आप में खोई हुई इसका मतलब कि ആ നദികൾ സ്വയം അവരിൽ തന്നെ ലയിച്ച് ഇങ്ങനെ ശാന്തമായി ഒഴുകുന്നത് പോലെ തോന്നും. अभी तक मैंने उन्हें देखा था. यहाँ उन्हें किनेम इन नदियों को, इन हिमालयन नदियों को संभ्रांत महिला की भांति वे प्रतीत होती थी. അപ്പോൾ ദൂരെ നിന്ന് ലേഖകൻ ഈ നദികളെ വീക്ഷിച്ചപ്പോൾ അത് സംഭ്രാന്ത് മഹിളാക്കി ഭാന്തി. സംഭ്രാന്ത് മഹിള മാനെ കുലീന യുവതി. ഒരു കുലീനയായ, കുലസ്ത്രീയായ ഒരു മഹിള എങ്ങനെയായിരിക്കും? വളരെ ഗംഭീരമായിരിക്കും, ശാന്തമായിരിക്കും അവരുടെ സ്വഭാവം. അതേപോലെ ഒരു ശാന്തവും ഗംഭീരവുമായ ഒരു സ്വഭാവത്തോടു കൂടിയാണ് ഈ നദികൾ സമതലങ്ങളിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ആ നദികളെയാണ് ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളത്, ഇതേവരെ കണ്ടിട്ടുള്ളത്. उसके प्रति मेरे मन में आदर और श्रद्धा के भाव थे. മനസ്സിൽ ആ നദികളോട് വളരെയേറെ ആദരവും ബഹുമാനവുമാണ്. ആദർ മീൻസ് റെസ്പെക്റ്റ്, ശ്രദ്ധ മീൻസ് ഡിവോഷൻ. ഈ നദികളോട് എനിക്ക് വളരെയേറെ ആദരവും ബഹുമാനവും ഭക്തിയുമാണ്. മാ और दादी, मौसी और मामी की गोदी की तरह उनकी धारा में डुबकियां लगाया करता. എപ്രകാരമാണ് അമ്മയുടെയും മുത്തശ്ശിയുടെയും ചിറ്റമ്മയുടെയും അമ്മമാരുടെയൊക്കെ മടിയിലിരുന്ന് നമ്മൾ കളിക്കുന്നത്, ഒരു കൊച്ചുകുട്ടി കളിക്കുന്നത്, അതേപോലെ ഈ നദികളുടെ ധാരയിൽ, ഈ നദികളിൽ കുറേ പ്രാവശ്യം ഞാൻ മുങ്ങാങ്കുഴി ഇട്ടിട്ടുണ്ട്. ഡുബിക്കിയാൻ ലഗാന മീൻസ് മുങ്ങാങ്കുഴി ഇടുക. परंतु इस बार जब मैं हिमालय के कंधे पर चढ़ा तो वे कुछ और रूप में सामने थी. പക്ഷേ ഞാൻ ഈ പ്രാവശ്യം എപ്പോഴാണ് ഹിമാലയക്ക് കന്ധേ पर चढ़ा, ഞാൻ ഹിമാലയത്തിൻ്റെ ഷോൾഡറിൽ കയറിയത്, അതായത് ഞാൻ ഹിമാലയത്തിൻ്റെ മുകളിൽ കയറിയത്. അപ്പോൾ ഉൻകാ ആ ഒരു രൂപ സാമനെ ഥി. ഈ നദികളുടെ എല്ലാം വേറൊരു രൂപമാണ് എൻ്റെ മുമ്പിൽ നിന്ന് കാണാൻ കഴിയുന്നത്. മേ ഹൈരാൻ था कि यही दुबली पतली गंगा, यही यमुना, यही सतलुज समतल मैदानों में उतरकर विशाल कैसे हो जाती है. मुझे हैरान था कि എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. ഈ ദുബലി പതലി ഗംഗ, ഇത്ര ക്ഷീണിച്ച് ദുബലിയായ വളരെ മെലിഞ്ഞ ഗംഗ, യഹി യമുന, ഇതേ യമുന, ഇതേ സത്ലജ്, मैदान में उतरकर इतना विशाल हो जाती है. ഇത്രയും ആ സമതലങ്ങളിൽ എത്തുമ്പോഴേക്കും എങ്ങനെയാണ് ഇത്രയും വിശാലമായ നദികളായി മാറുന്നത്. ഇൻകാ ഉച്ചൽന और कूदना, खिलखिलाकर हंसते जाना, इनकी एक भाव भंगी, इनका एक उल्लास कहाँ गायब हो जाता है मैदान में जाकर. ഇവരുടെ ഈ തുള്ളിച്ചാട്ടവും കുതിച്ചുചാട്ടവും, ലഗാതാർ ഹസ്തേ രംഗന, തുള്ളിക്കളിച്ച് ചിരിച്ച് ഉല്ലസിച്ച് നിരന്തരമായി ഒഴുകുന്നത്. എനിക്ക് ഭാവഭംഗി, ഇവരുടെ സുന്ദരമായ ഭാവം, ഉല്ലാസ്, ആ ഉത്സാഹം, ഇതെല്ലാം മൈതാനത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് അപ്രത്യക്ഷമാകുന്നത്? എന്തുകൊണ്ടാണ് അപ്രത്യക്ഷമാകുന്നത്? അതായത് ഹിമാലയ പ്രദേശങ്ങളിൽ നിന്ന്
ഒഴുകി വരുമ്പോൾ ഈ നദി വളരെയേറെ കുതിച്ച് ചാടിയും ഒച്ചപ്പാടോടുകൂടിയും ഒക്കെയാണ് ഒഴുകുന്നത്. പക്ഷേ സമതലങ്ങളിലേക്ക് വരുമ്പോൾ ഈ നദികൾ വളരെ ശാന്തമായി അവരൊഴുകുന്നുണ്ടോ എന്ന് തന്നെ നമുക്ക് നോക്കണമെങ്കിൽ ആ വെള്ളത്തിൽ എന്തെങ്കിലും ഇട്ട് നോക്കണം. അത്രയും ശാന്തമായിട്ടാണ് ഒഴുകുന്നത്. അപ്പം ലേഖകന് അതിശയമാണ്. ലേഖകോ ഹൈരാൻ ഹോത്താഹേ, ലേഖകന് അതിശയം തോന്നുകയാണ്. ഈ നദികളുടെ ഈ തുള്ളിച്ചാട്ടവും ചിരിച്ചുകൊണ്ടുള്ള ഒഴുക്കും ഉത്സാഹവും ആ ഭാവഭംഗിയും എല്ലാം മൈതാനത്തിലെത്തുമ്പോൾ എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്. തബുബി ഇത്തന കൗതൂഹൽ और उसमें नहीं होता. किसी लड़की को मैं देखता हूँ, किसी कली पर जब मेरा ध्यान अटक जाता है, तब भी इतना कौतूहल और उसमें नहीं होता जितना कि इन बेटियों की बाललीला देखकर. ലേഖക कहता है, ഏതെങ്കിലും സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കാണുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും മനോഹരമായ ഒരു പൂമട്ടിൽ എൻ്റെ ശ്രദ്ധ ചെന്ന് നിൽക്കുമ്പോഴോ എനിക്ക് ഇത്രമാത്രം കൗതൂഹലം, അത്ഭുതം തോന്നാറില്ല. ഞാൻ ഇത്രമാത്രം വണ്ടർഫുൾ ആകാറില്ല. എന്നെ ഇത്രമാത്രം വിസ്മയിക്കാറില്ല. എത്രമാത്രമാണോ ഈ പെൺകുട്ടികളുടെ ബാലലീലകൾ കാണുമ്പോൾ. അതായത് ഹിമാലയത്തിൻ്റെ സമീപ പ്രദേശത്തുകൂടി ഈ നദികൾ ഒഴുകുമ്പോൾ അവർ ചെറുപ്രായമാണ്. അതായത് ജന്മ ലേക്കർ ഉസ്കി യാത്ര ആരംഭ ഹുവാ ഹേ. ഈ ചെറിയ പെൺകുട്ടികളായിട്ടാണ് ഹിമാലയത്തിലെ നദികളെ, ഹിമാലയ പ്രാന്തപ്രദേശങ്ങളിൽ കവി വർണ്ണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ തുള്ളിച്ചാട്ടവും അവരുടെ ആ ഒഴുക്കിൻ്റെ ശക്തിയും അതിനെയെല്ലാം ബാലലീലകളായിട്ട് ലേഖകൻ പറയുന്നത്. ആ ബാലലീലകളെല്ലാം കാണുമ്പോൾ കവി പറയുകയാണ്, എനിക്ക് വേറൊരു വസ്തുക്കളിലും ഇത്ര അധികം വിസ്മയമോ അത്ഭുതമോ തോന്നിയിട്ടില്ല. കഹാമിയെ ഭാഗി ജാ രഹി ഹെ, ഇവരെങ്ങോട്ടാണ് ഈ ഓടി ഒഴുകുന്നത്? വഹ് കോൻ ലക്ഷ്യ ഹെ ജിസ്നെ ഇനെ ബേചൈൻ കർ രഖാ ഹെ, ഇതൊരു ലക്ഷ്യമാണ് ഇവരെ റെസ്റ്റ്ലെസ് ആക്കിയിരിക്കുന്നത്. ബേചൈൻ എന്ന് വെച്ചാൽ റെസ്റ്റ്ലെസ്, അത് ഒരു സ്ഥലത്ത് ഇരിക്കാൻ പറ്റാതെ ഭയങ്കര ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യുന്നത്. अपने महान पिता का विराट प्रेम पाकर भी अगर इनका हृदय आदत ही है तो वह कौन होगा जो इनकी मिटा सकेगा. लेखक कहता है, अपने पिता हिमालय के विराट प्रेम से इनका हृदय അതൃപ്ത് है तो ഹിമാലയത്തിൻ്റെ മഹത്തായ സ്നേഹം ഇവർ സംതൃപ്തരല്ല എങ്കിൽ ഹിമാലയമാവുന്ന പിതാവിൻ്റെ ഇത്രയേറെ വിരാടമായ, വിരാടം വെച്ചാൽ ബിഗ്, ഗ്രേറ്റ്, ആ സ്നേഹത്തെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ഈ പെൺകുട്ടികളെ സ്നേഹത്തിനായിരിക്കാം ഇവരുടെ ദാഹത്തെ ശമിപ്പിക്കാൻ കഴിയുക എന്ന് ലേഖകൻ ചിന്തിക്കുന്നു. ബർഫ് ജലി നംഗി പഹാടിയാം, ചോട്ടെ ചോട്ടെ ഭൗതം സെ ഭരി ഘാട്ടിയാം, ബന്ധുർ അധിക്യകായേം, सरसब्ज उभक्तिगाए, ऐसा है इनका लीला निकेतन. लेखक कहता है, बर्फीली जली नंगी पहाड़ियाँ, മഞ്ഞു മൂടിയ ഹിമാലയൻ പർവ്വതനിരകൾ, ചോട്ടെ ചോട്ടെ പൗതം സെ ഭരി ഘാട്ടിയാം, ചെറിയ ചെറിയ ചെടികളാൽ നിറഞ്ഞ സമതല പ്രദേശങ്ങൾ. ഘാട്ടിയാം മീൻസ് വാലി. ബന്ധുർ അതിഥ്യകായേം, അതിഥ്യകായം का मतलब है ഗുഹ. ബന്ധുർ അതിഥ്യകായം മീൻസ് സുന്ദരമായ മനോഹരമായ ഗുഹകൾ. सरसब्ज उभक्त्यकायें, सरसज उभक्त्याय इसका मतलब है हरी भरी घाटिया, നല്ല പച്ചപ്പ് നിറഞ്ഞ സമതല പ്രദേശങ്ങൾ. ആദി ഹേ ഇൻകാ ലീലാ നികേതൻ, മുതലായവയാണ് ഇവരുടെ കളിസ്ഥലങ്ങൾ. ലീലാ നികേതൻ കാ മതലബ് ഹേ കളിസ്ഥലം. മഞ്ഞുമൂടിയ പർവ്വതനിരകൾ, സുന്ദരമായ ഗുഹകൾ, വളരെ പച്ചപ്പ് നിറഞ്ഞ സമതല പ്രദേശങ്ങൾ, ഇതെല്ലാമാണ് ഈ ഹിമാലയൻ നദികളുടെ കളിസ്ഥലങ്ങൾ. ഈ പ്രദേശങ്ങളിലൂടെയൊക്കെയാണ് ഈ നദി കുതിച്ച് ഒഴുകുന്നത്. അതുകൊണ്ടാണ് കവി ഇവരെ അവരുടെ കളിസ്ഥലങ്ങളെന്ന് വർണ്ണിച്ചിരിക്കുന്നത്. ഖേൽത്തെ ഖേൽത്തെ ജബ് യേ സരാ ദൂർ നികൽ ജാതി ഹെ തോ, അവരിങ്ങനെ കളിച്ച് ഒരല്പം ദൂരേക്ക് പോയി കഴിയുമ്പോൾ ദേവദാർ, ചീട്, സരോ, ചിനാർ, സഫേദ कैल के जंगलों में पहुँच कर शायद इन्हें बीती बातें याद करने का मौका मिल जाता होगा. അപ്പോൾ അവരിങ്ങനെ ഒഴുകി കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിയുമ്പോഴത്തേനും ദേവദാര വൃക്ഷങ്ങളും ചീട് പൈൻ വൃക്ഷങ്ങളും ചിനാർ പ്രസ് മരങ്ങൾ, അതായത് നീണ്ട് ഒരുപാട് ഉയരത്തിലുള്ള ബ്രാഞ്ചൊന്നുമില്ലാതെ ഇങ്ങനെ മുകളിലേക്ക്
വളരുന്ന ഹിമാലയം പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന വൃക്ഷങ്ങളാണ് സൈപ്രസ്. അത് സഫേദ ഈസ് ആൻ ഇന്ത്യൻ ട്രീ ആണ്. അങ്ങനെ ഇവയെല്ലാം നിറഞ്ഞ കൈലാസ് ജംഗലോ മേം പഹുഞ്ചിക്കർ, ആ കൈലാസ പർവ്വതത്തിലെത്തി കഴിയുമ്പോൾ ഇവർക്ക് ഇതെല്ലാം ഓർത്തിരിക്കാൻ കഴിയുമോ എന്തോ. ഈ കഴിഞ്ഞു ബീതി ബാത്തി ബാത്തേയും, കഴിഞ്ഞു പോയ കാര്യങ്ങളെല്ലാം അവർ ഓർക്കുമായിരിക്കുമോ എന്തോ. ഹോഗ, ഓർക്കുമായിരിക്കും. കോൻ ജാനെ ബൂട്ടാ ഹിമാലയ अपनी इन नटखट बेटियों के लिए कितना सिर धुनना होगा. सिर धुनना इसका मतलब है തല കുനിക്കുക, പശ്ചാത്തപിക്കുക. ആർക്കറിയാം വൃദ്ധനായ ഹിമാലയൻ ഈ പെൺകുട്ടികളുടെ കുസൃതികൾ കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിൽ എത്ര പ്രാവശ്യം തലകുനിക്കേണ്ടി വന്നിട്ടുണ്ടെന്ന്. ബഡി ബഡി ചോട്ടിയോം സെ ജാക്കർ പൂച്ചിയെ തോ ഉത്തർ में विराट मौन के सिवाय उनके पास और रखा ही क्या है. വലിയ വലിയ പർവ്വതങ്ങളോട് ചെന്ന് ചോദിച്ചാൽ വിരാട് മൗനക്കെ ബിന ഉസ്കെ പാസ് കോയി ഉത്തർ നഹി ഹെ. ഒരു വലിയ മൗനമല്ലാതെ ഒരു പർവ്വതങ്ങളും ഈ ഹിമാലയൻ ബേട്ടികളെക്കുറിച്ച് ചോദിച്ചാൽ അവർക്കൊന്നും പറയാനില്ല. അവരെല്ലാവരും മൗനമായി നിൽക്കും. എന്തുകൊണ്ടാണ് ഹിമാലയത്തിൻ്റെ സ്നേഹത്തെ ഉപേക്ഷിച്ച് ഇവർ ഇത്ര സ്പീഡിൽ ഇങ്ങനെ ദൂരേക്ക് ഒഴുകി പോകുന്നത് എന്ന് ചോദിച്ചാൽ ഒരു പർവ്വതങ്ങൾക്ക് ഒന്നും പറയാൻ ഉത്തരമുണ്ടാവില്ല. അവരെല്ലാം മൗനമായി നിൽക്കും. इसका दूसरा भाग हम और एक वीडियो में देखेंगे. धन्यवाद.